തിയേറ്ററിൽ നിന്ന് സിനിമ പകർത്തുന്നതിനിടെ തമിഴ്നാട് സ്വദേശികൾ പിടിയിലായിരിക്കുന്നു. തിരുവനന്തപുരത്തെ പ്രമുഖ തിയേറ്ററിൽ നിന്നാണ് ഉടമയുടെ സഹായത്തോടെ പ്രതികളെ പിടികൂടിയത്. ഗുരുവായൂർ അമ്പല നടയിൽ സിനിമയടക്കം നിരവധി വ്യാജ പതിപ്പുകൾ ഇവർ പ്രചരിപ്പിച്ചിരിക്കുന്നതായി പോലീസ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. റിയ ബേബി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. റിയ, ഇത്തരത്തിലുള്ള ആളുകൾ ഒരുപാടുണ്ട്. തിയേറ്ററിൽ പോയി സിനിമ ഷൂട്ട് ചെയ്യുന്നു, അതുപോലെ പതിപ്പായിട്ട് പുറത്തിറക്കുന്നു, അങ്ങനെ അത് ഒരുപാട് പേര് കാണുന്നു, അതങ്ങനെ കച്ചവടം ചെയ്യുന്ന രീതിയുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ് ഇവർ പിടിയിലായത്? സ്ഥിരം പരിപാടിയാണോ ഇവരുടേത്? അക്ഷയ, കാക്കനാട് ഇൻഫോ പാർക്കിലെ സൈബർ പോലീസിന്റെ ഒരു വലിയ ഓപ്പറേഷന്റെ ഭാഗമായാണ് ഈ തട്ടിപ്പ് സംഘം തിരുവനന്തപുരത്തെ തിയേറ്ററിൽ നിന്ന് പിടിയിലാകുന്നത്. തമിഴ്നാട് സ്വദേശികളായ ഇവർ ഈ സിനിമ പ്രചരിപ്പിച്ചുവെന്നത് നേരത്തെ തന്നെ സൈബർ സംഘം കണ്ടെത്തിയിരുന്നു. അതേ തുടർന്ന് തിരുവനന്തപുരത്ത്, അതായത് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രം റിലീസ് ചെയ്യുന്നു. രണ്ടാം ദിവസം സിനിമയുടെ വ്യാജ പ്രിന്റ് പ്രചരിപ്പിക്കുന്നു. അങ്ങനെ അത് ട്രെയിനിലിരുന്ന് തന്നെ കുറച്ചാളുകൾ കാണുന്ന ദൃശ്യങ്ങളടക്കം സംവിധായകനടക്കം പുറത്തുവിട്ടതാണ്. അതിന് പിന്നാലെ നിർമ്മാതാക്കളിൽ ഒരാളായ സുപ്രിയ മേനോൻ കാക്കനാട് സൈബർ സെല്ലിൽ പരാതി നൽകുന്നു. അതിന് പിന്നാലെ പോലീസ് ഒരു അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. അതിനൊടുവിലാണ് അത് തിരുവനന്തപുരത്ത് ഒരു തിയേറ്ററിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ, സിനിമ പൂർണ്ണമായും പകർത്തിയതെന്ന് സൈബർ സംഘം കണ്ടെത്തുന്നത്. തുടർന്ന് തിയേറ്റർ ഉടമകളുമായി ചേർന്ന് പോലീസ് വിധിച്ച വലയിലാണ് ഈ തട്ടിപ്പ് സംഘം കുടുങ്ങിയിരിക്കുന്നത്. ഇവർ മൊബൈൽ ഫോണുമായി ഈ തിയേറ്ററിലെത്തി സിനിമ പകർത്തുന്നതിനിടയിലാണ് പോലീസ് ഇവരെ പിടികൂടിയത്. തിരുവനന്തപുരത്തെ പോലീസിന്റെ കൂടി സഹായത്തോടെയാണ് ഈ കാക്കനാട് സൈബർ പോലീസ് ഈ സംഘത്തെ പിടികൂടുന്നത്. രായൻ എന്ന പുതിയ ചിത്രത്തിന്റെ ദൃശ്യങ്ങളായിരുന്നു, സിനിമയായിരുന്നു ഇവർ മൊബൈലിൽ പകർത്തിക്കൊണ്ടിരുന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ അതോടൊപ്പം തന്നെ മറ്റു പല ചിത്രങ്ങളും ഇവർ പകർത്തിയിട്ടുണ്ടെന്നതാണ് സൈബർ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇവരുടെ മൊബൈൽ ഫോൺ അടക്കം വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. കൊച്ചിയിലെ കാക്കനാടുള്ള സൈബർ പോലീസിന്റെ പോലീസ് സ്റ്റേഷനിൽ ഈ 2 പേരെയും ചോദ്യം ചെയ്തു വരുന്നു. അതിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റേ ആൾക്ക് ഈ സിനിമ വ്യാജ പതിപ്പ് പകർത്തുന്നതിൽ പങ്കുണ്ടോ എന്നതാണ് പോലീസ് വിശദമായി പരിശോധിക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും വലിയൊരു ഓപ്പറേഷൻ ആയിരുന്നു. കാരണം ഇത്തരത്തിൽ മലയാള സിനിമയിലെ പുറത്തിറങ്ങുന്ന പല ചിത്രങ്ങളുടെയും പതിപ്പുകൾ രണ്ടാം ദിവസം അടക്കം പുറത്തു വരുന്നുണ്ട് എന്നത് വലിയ രീതിയിൽ ചർച്ചയായതാണ്. ഇവിടെ നിർമ്മാതാവ് സുപ്രിയ മേനോൻ അടക്കം നൽകിയ പരാതിയുടെ പിന്നാലെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ സംഘത്തിലെ 2 പേർ പിടിയിലാകുന്നത്. ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതിൽ തിയേറ്റർ ഉടമയുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ സൈബർ സംഘവും ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ പോലീസും ചേർന്ന് ഇവരെ പിടികൂടുന്നത്. എന്തായാലും ഇവരെ തുടർന്നുള്ള ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ഈ 2 പേർക്കും ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് ഉറപ്പിക്കുക. ഒരാളുടെ അറസ്റ്റാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി ചിത്രങ്ങൾ ഇവർ കേരളത്തിലെ വിവിധ തിയേറ്ററുകളിൽ നിന്ന് പകർത്തിയിട്ടുണ്ടെന്നൊരു സൂചന കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ശരി, റിയ ബേബിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. സിനിമാ തിയേറ്ററിൽ നിന്നും ചിത്രം അത് ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്ന കേസിലാണ് ഇപ്പോൾ പ്രതികൾ പിടിയിലായിരിക്കുന്നത്. ചിത്രീകരണത്തിനിടെ, അതായത് ഇങ്ങനെ തിയേറ്ററിൽ നിന്ന് ചിത്രം ഷൂട്ട് ചെയ്യുന്നതിനിടയിലാണ്, മൊബൈലിൽ ചിത്രീകരിക്കുന്നതിനിടയിലാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്.